വിജയമൊരു യുദ്ധം അവസാനിപ്പിക്കുമോ, അതോ ആത്മാവിൽ മറ്റൊന്നിന് ആരംഭം കുറിക്കുമോ? ശരിയായ കാര്യം ചെയ്യുമ്പോഴും അത് വേദനയോടെ തെറ്റാണെന്ന് തോന്നുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കടമയ്ക്കും പശ്ചാത്താപത്തിനുമിടയിൽ ഒരു പവിത്രമായ പാത പ്രത്യക്ഷപ്പെടുന്നു. വിധിയാൽ നയിക്കപ്പെടുന്ന ഒരു കഥയാണിത്. കുരുക്ഷേത്രയുദ്ധം അവസാനിച്ചതിനു ശേഷം മാസങ്ങൾ കടന്നുപോയി. യുദ്ധത്തിന്റെ തീ അണഞ്ഞിരുന്നു. ഹസ്തിനാപുരം പതുക്കെ വീണ്ടും ജീവിച്ചു തുടങ്ങുകയായിരുന്നു. രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട യുധിഷ്ഠിരൻ രാജ്യം നീതിയോടെയും കരുണയോടെയും ഭരിച്ചു. രാജ്യഭരണത്തിൽ മുഴുവൻ മനസ്സും സമയവും അർപ്പിച്ചതോടെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു പരിധിവരെ സമാധാനം വന്നിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ആഴത്തിൽ ഒരിക്കലും വിട്ടുമാറാത്ത കുറ്റബോധം കുത്തിനോവിച്ചുകൊണ്ടിരുന്നു. സ്വന്തം ബന്ധുക്കളുടെയും ഗുരുക്കന്മാരുടെയും സഹോദരന്മാരുടെയും മരണത്തിന് കാരണമായത് താനാണെന്ന ചിന്തയിൽ നിന്ന് അദ്ദേഹം മോചിതനായില്ല. രാത്രികളുടെ നിശബ്ദതയിൽ രാജമന്ദിരത്തിലെ വിളക്കുകൾ മങ്ങിയപ്പോൾ വീണുപോയവരുടെ മുഖങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ മഹർഷി വ്യാസൻ അദ്ദേഹത്തെ സമീപിച്ചു. രാജാവേ, അങ്ങ് വഹിക്കുന്ന ഈ ഭാരമുണ്ടാകുന്നത് അങ്ങയുടെ കരുണ മൂലമാണ്. എന്നാൽ മനസ്സിനെ തളർത്തുന്ന കുറ്റബോധം ധർമ്മമല്ല. ശുദ്ധീകരണത്തിനുള്ള ഒരു മാർഗമുണ്ട്: അശ്വമേധയാഗം നടത്തുക. ഈ വാക്കുകൾ യുധിഷ്ഠിരന്റെ ഹൃദയത്തിൽ ആശ്വാസം പകർന്നു. മന്ത്രിമാരും മൂത്തവരും സഹോദരന്മാരും ഈ നിർദ്ദേശം സന്തോഷത്തോടെ സ്വീകരിച്ചു. യാഗം നടത്തുന്നത് അദ്ദേഹത്തെ അനാവശ്യമായ ദുഃഖചിന്തകളിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് അവർ അറിഞ്ഞിരുന്നു. യുധിഷ്ഠിരന്റെ അപേക്ഷ പ്രകാരം ശ്രീകൃഷ്ണനും അവിടെ എത്തി. എല്ലാം ശ്രദ്ധാപൂർവം കേട്ട ശേഷം കൃഷ്ണൻ പുഞ്ചിരിയോടെ തന്റെ സമ്മതം അറിയിച്ചു. ധർമ്മത്തോട് ചേർന്നുള്ള പ്രവർത്തനമാണ് മനസ്സിനെ ശുദ്ധീകരിക്കുന്നത്. ഈ യാഗം അദ്ദേഹത്തിനതു നൽകും. ദീർഘകാലത്തിനു ശേഷം യുധിഷ്ഠിരന്റെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ പ്രകാശം തെളിഞ്ഞു. അശ്വമേധയാഗമെന്ന തീരുമാനമറിഞ്ഞപ്പോൾ അർജുനൻ പ്രത്യേകിച്ച് ആവേശഭരിതനായി. ഗാണ്ഡീവം കയ്യിലെടുത്തിട്ട് ഏറെ നാളുകൾ കഴിഞ്ഞിരുന്നു. യോദ്ധാവെന്ന അദ്ദേഹത്തിന്റെ സ്വഭാവം വീണ്ടും ഉണർന്നു. എന്നാൽ യുധിഷ്ഠിരൻ അദ്ദേഹത്തെ തടഞ്ഞു. അനീതിയുള്ള യുദ്ധം ഞാൻ അനുവദിക്കില്ല. രാജാക്കന്മാരിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ കരം ശേഖരിക്കുന്നതും എനിക്ക് സമ്മതമല്ല. ഈ യാഗം നടത്തണമെങ്കിൽ അത് അധർമ്മമില്ലാതെ തന്നെ ആയിരിക്കണം. യുധിഷ്ഠിരൻ കൃഷ്ണനിലേക്ക് തിരിഞ്ഞു. യുധിഷ്ഠിരൻ പറഞ്ഞു, മറ്റൊരു ധാർമ്മിക മാർഗമുണ്ടെങ്കിൽ ദയവായി കാണിച്ചു തരണമേ. കൃഷ്ണൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ധ്യാനിച്ചു. ശേഷം അദ്ദേഹം പറഞ്ഞു, വടക്കോട്ടു പോകുക. പണ്ടൊരു രാജാവ് അവിടെ മഹായാഗം നടത്തിയിരുന്നു. ആ യാഗത്തിനുപയോഗിച്ച സ്വർണപാത്രങ്ങളും ഉപകരണങ്ങളും അവിടെ തന്നെയുണ്ട്. അവ ഇപ്പോഴും ഒരു ധാർമ്മിക ലക്ഷ്യത്തിനായി കാത്തിരിക്കുന്നു. സഹോദരന്മാർ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം യാത്ര തിരിച്ചു. അവിടെ എത്തി അക്രമമോ യുദ്ധമോ കൂടാതെ അവർ വൻ സമ്പത്ത് കണ്ടെത്തി കൊണ്ടുവന്നു. അശ്വമേധയാഗം ഒരിക്കൽ മാത്രമല്ല, 3 പ്രാവശ്യം നടത്തി. മഹർഷി വ്യാസൻ യാഗത്തിന് അധ്യക്ഷനായി. ശ്രീകൃഷ്ണൻ പതിവ് പോലെ ആദരിക്കപ്പെട്ട അതിഥിയായി പങ്കെടുത്തു. യാഗാഗ്നിയുടെ ചൂടും മന്ത്രങ്ങളുടെ നാദവും ആകാശം നിറഞ്ഞപ്പോൾ യുധിഷ്ഠിരന്റെ ഉള്ളിലെ ഭാരം ഒന്നൊന്നായി ലഘൂകരിക്കപ്പെട്ടു. ഭൂതകാലമായി പോയില്ല, പക്ഷെ അതിന്റെ മൂർച്ച കുറഞ്ഞു. യാഗം കഴിഞ്ഞ ശേഷം കൃഷ്ണൻ സഹോദരന്മാരോടൊപ്പം കുറച്ചു സമയം ചെലവഴിച്ചു. ശേഷം കൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങുമ്പോൾ അർജുനനെയും കൂടെ കൊണ്ടുപോയി.